ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ വിദേശ ടീമിന്റെ മുഖ്യ സ്പോൺസർമാരായി ചരിത്രം കുറിച്ച് കർണാടക മിൽക്ക് ഫെഡറേഷൻ. സ്കോട്ട്ലൻഡ് ടീമിന്റെ മുഖ്യ സ്പോൺസറായാണ് നന്ദിനി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്കോട്ട്ലൻഡ് ടീം നന്ദിനി ബ്രാൻഡ് ലോഗോയുള്ള ജേഴ്സി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. നന്ദിനി ബ്രാൻഡിന്റെ പേര് കന്നഡയിലാണ് ജേഴ്സിയിൽ എഴുതിയത്. അയർലൻഡ് ക്രിക്കറ്റ് ടീമിന്റെ പ്രധാന സ്പോൺസറും നന്ദിനിയാണ്. ആദ്യമായാണ് നന്ദിനി ബ്രാൻഡ് അന്താരാഷ്ട്ര തലത്തിൽ സ്പോൺസറാകുന്നത്. ജൂൺ 2 മുതൽ US-ലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് ലോകകപ്പ് ക്രിക്കറ്റ് നടക്കുന്നത്. ജൂൺ 4-ന് ഇംഗ്ലണ്ടിനെതിരെയാണ് സ്കോട്ട്ലൻഡിന്റെ ആദ്യ മത്സരം. നന്ദിനിയെ ആഗോള ബ്രാൻഡാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് KMF. മത്സരത്തിനിടെ ടീമുകൾ നന്ദിനി ബ്രാൻഡ് പ്രദർശിപ്പിക്കും. നിലവിൽ മിഡിൽ ഈസ്റ്റിലും സിംഗപ്പൂരിലും നന്ദിനിയുടെ സാന്നിധ്യമുണ്ട്. US-ലും നന്ദിനി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്. ബ്രാൻഡിനെ കൂടുതൽ രാജ്യങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് 2020 ടീമിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. അടുത്തിടെ പാൽ വിൽപ്പനയിൽ കർണാടക മിൽക്ക് ഫെഡറേഷൻ റെക്കോർഡിട്ടിരുന്നു. കടുത്ത ചൂട് തുടരുന്നതിനിടെ കർണാടക സർക്കാരിന് കീഴിലുള്ള നന്ദിനി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വൻ മുന്നേറ്റമാണ് വിപണിയിൽ നടത്തുന്നത്. ഈ മാസം ഒറ്റ ദിവസം 51 ലക്ഷം ലിറ്റർ പാലും 16.5 ലക്ഷം ലിറ്റർ തൈരും വിറ്റാണ് നന്ദിനി പുതിയ റെക്കോർഡിട്ടത്. ഏപ്രിൽ 9-നും 15-നും ഇടയിൽ രാമനവമി, ഈദുൽ ഫിത്തർ അടക്കമുള്ള ആഘോഷങ്ങൾ വന്നതും തെരഞ്ഞെടുപ്പ് പ്രചരണം കത്തിക്കേറിയതും വിൽപ്പന വർദ്ധിക്കാൻ ഇടയാക്കി. ചൂട് കൂടിയതാണ് വിൽപ്പന വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. നന്ദിനി ഐസ്ക്രീമുകളുടെ വിൽപ്പനയിലും കഴിഞ്ഞ വർഷത്തേക്കാൾ 40% വർധനവുണ്ടായി. നേരത്തെ നന്ദിനി പാലിന്റെ ഒറ്റ ദിവസത്തെ ഏറ്റവും കൂടിയ വിൽപ്പന 44 ലക്ഷം ലിറ്റർ ആയിരുന്നു. ഇതാണിപ്പോൾ മറികടന്നിരിക്കുന്നത്. കടൽ കടന്ന് നന്ദിനിയുടെ പെരുമ എത്തുമ്പോൾ ആഗോളതലത്തിലും ഉൽപ്പന്നങ്ങൾക്ക് പ്രിയമുണ്ടാകുമെന്നാണ് ഫെഡറേഷന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. ഹെൽത്ത് എമർജൻസീസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് പോലെ. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും. ഒപ്പം പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ. ഹെൽത്ത് ഇൻഷുറൻസ്, ഗുണമുള്ള കാര്യം.